ഹായ് ഓൾ, പുതിയൊരു വ്ളോഗ് കാണാം. ഇന്ന് രാവിലെ നമുക്ക് ഓർഡേഴ്സൊന്നും ഓൾറെഡി വന്നതൊന്നുമില്ല കേട്ടോ. ഇന്ന് ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ നമ്മളിന്ന് രാവിലെ ഇഡ്ഡലിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ അബിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഐറ്റം ഇഡ്ഡലി സാമ്പാറുമാണ് കേട്ടോ. അപ്പോൾ തലേന്ന് നമ്മൾ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൻ്റെ ഒരു ഇത് പറയും രാവിലെ ഇഡ്ഡലി മതി കേട്ടോ എന്നുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ തലേന്ന് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽക്കിനി ചട്നി ഉണ്ടാക്കാനുള്ളൊരു പണിയേ ഉണ്ടായിരുന്നുള്ളൂ. അബിക്ക് ഇഷ്ടമാണെങ്കിലും ഇവിടെ ഹസ്ബൻഡിനും ഉമ്മാക്കൊന്നും വലിയൊരു ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ ഇഡ്ഡലിയും അതുപോലെ നമ്മൾ ദോശയൊക്കെ സാധാ ദോശയല്ല, നമ്മൾ ഈ ഒരു നമ്മൾ ഉഴുന്നരച്ചിട്ടുള്ള ദോശയൊന്നും ഇവിടെ ആർക്കും വലിയൊരു ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. ഇപ്രാവശ്യം നമ്മൾ മരത്തിൽ ചക്കപ്പഴം നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ചക്കപ്പഴം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല, സീതപ്പഴം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ പറയുക. അപ്പോൾ മുറ്റടിച്ചുവരാൻ ഇറങ്ങിയപ്പോൾ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇതിൽ എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോക്കിന് നമുക്ക് വൈകിട്ടേക്ക് 2 പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പിസ്തയും ഒരു ബദാമുണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് 2 എസൻസ് വെച്ചിട്ടുള്ളതാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മോന് സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ അവന് പാലും കാര്യങ്ങളൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ചൈന ഗ്രാസ് നമ്മളെപ്പോഴും ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. അതുപോലെ എസൻസും ഇവിടെ ഉണ്ടാവാറുണ്ട്. പക്ഷേ പാല് കൊടുന്നതിൽ ഇതിപ്പോൾ 400 ml പാക്കാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നോർമലി നമ്മൾ 500 ml പാലാണ് യൂസ് ചെയ്യുക. ഈ 400 ml ഒക്കെ ആകുമ്പോൾ നമ്മളെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മെഷർമെൻറ്റിൽ മൊത്തത്തിൽ ചേഞ്ച് വരും. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മൾ ആ ഒരു ചൈന ഗ്രാസൊക്കെ മെൽറ്റ് ചെയ്ത് ഒഴിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, സ്പേസ് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും പിന്നെ അത് മാറ്റാനുള്ള മടിക്ക് ഞാൻ പിന്നെ ചേഞ്ച് ചെയ്യാൻ നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ടോട്ടൽ 4 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. 400 ml ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ മെഷർമെൻറ്റ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നോർമലി നമ്മൾ 500 ml പാലാണ് എടുക്കാറ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 പാക്ക് പാലും കറക്റ്റാണ്. ഇതിപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആവില്ലേ എന്നുള്ള ടെൻഷൻ കൊണ്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാലിലേക്ക് മിൽക്ക് മെയ്ഡും പഞ്ചസാരയും ചൈന ഗ്രാസൊക്കെ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനത് അരിക്കാൻ മറന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അരിപ്പെടുത്തിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു എസൻസ് ആഡ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യണത്. ഒറ്റ ട്രിപ്പിൽ ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ്. 2 വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാലും ചൈന ഗ്രാസൊക്കെ 2 വട്ടം ഞാൻ ചൂടാക്കി മെൽറ്റ് ചെയ്യുകയൊക്കെ വേണ്ടേ. അപ്പോൾ മടി കാരണം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഈ എസെൻസ് ആകുമ്പോൾ നമുക്കങ്ങനെ ബോയിൽ ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല, നമുക്ക് റെഡി ടു യൂസ് ആണ്. അപ്പം ഞാൻ അതിലേക്ക് വേണ്ട ആവശ്യമില്ല, എത്രയാണോ നമുക്ക് ഫ്ലേവർ വേണ്ടത് അതിനനുസരിച്ച് ഞാൻ അതിലേക്ക് ഡ്രോപ്പായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ മുകളിലുള്ള ഈ ഒരു ബബിൾസും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പുഡിങ് സെറ്റായിട്ടുണ്ട്. ഇത് നൈറ്റിൽ ഒരു പരിപാടി, സൽക്കാരം എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് നമുക്ക് പുറത്തുനിന്ന് വന്നൊരു ഓർഡറാണ് കേട്ടോ. സാധാരണ നമുക്ക് ഇവൻറ്റ്സാണ് തരാറുള്ളത്. ഇത് നമ്മൾ സെപ്പറേറ്റ് നമ്മളെ വീട്ടിൽ നിന്ന് വന്ന ഓർഡറാണ്. ഇങ്ങനെ 2 നൈറ്റിലെ പരിപാടിക്ക് വേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ തന്നെ സെറ്റാവും. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മളിന്ന് പുറത്ത് പോവുകയാണ്. നേരത്തെ പെട്ടെന്ന് ചെയ്തത് അതുകൊണ്ടാണ് കേട്ടോ. ഇനി വന്നു കഴിഞ്ഞാൽ ടൈം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പുറത്തൊന്ന് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ പോകാണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും, എൻ്റെ ഒരു കസിനാണ് കേട്ടോ കൂടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഷവർമ കഴിച്ചിട്ട് പോരാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ അനിയത്തിൻ്റെ വീട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോൾ അവൾക്ക് ഒരുപാട് നമ്മളെ കസ്റ്റമൈസർ ചോക്ലേറ്റിൻ്റെ ഓർഡേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു വെഡ്ഡിങ് വർക്കാണ്. അപ്പോൾ ഒരു 200 പീസ് ചോക്ലേറ്റാണ് ചെയ്യാനുള്ളത് കിറ്റ്കാറ്റിൻ്റെ. അപ്പോൾ ഒരു കപ്പിൾസിൻ്റെ 300 പീസ്. അപ്പോൾ അവൾ അതിൻ്റെ ഒരു തിരക്കിലാണ്. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞപ്പോൾ സാധാരണ നമ്മൾ എൻ്റെ വീട്ടിലാണ് ഇരുന്ന് ചെയ്യുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ അത്ര റിസ്ക് തോന്നാറില്ല. അപ്പോൾ അവൾ ഒറ്റയ്ക്ക് ചെയ്യണത് ആലോചിച്ചിട്ട് ഇത് അവൾ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ടൈം ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളും കൂടി ഒന്ന് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവരെ ആ ഒരു ചെയ്ത ചോക്ലേറ്റൊക്കെ ഒന്ന് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും വലിയ വർക്കൊക്കെ പെട്ടെന്ന് വരുമ്പോൾ റിസ്ക്കാണ് കേട്ടോ.
അപ്പോൾ അവൾക്ക് 2 ദിവസം കൊണ്ട് ചെയ്യാനുള്ള ടൈമുണ്ട്. എന്നാലും നമ്മളൊരാൾ മാത്രമായിട്ട് ചെയ്യുമ്പോൾ ഒരു ബോറടിയാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരാളും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോരുന്ന ടൈമിൽ അവളവിടെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ടൈമുകൊണ്ട് ഞങ്ങൾ കുറേ ഞങ്ങൾക്ക് പറ്റിയിടത്തോളം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പിൾസിനുള്ള അവരെ വെഡ്ഡിങ്ങിനുള്ള ചോക്ലേറ്റാണ് കേട്ടോ ഇത് അത്യാവശ്യം ലോങ് ആയിട്ട് കൊറിയർ ചെയ്യാനുള്ളതാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് നമുക്ക് അവിടെ മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ മാത്രമാണ് കേട്ടോ ചെയ്യാറുള്ളത്. അവിടുന്ന് തിരിച്ച് വന്ന് നമ്മൾ നൈറ്റിലായപ്പോൾ നമുക്കൊരു റെഡ് വെൽവെറ്റിൻ്റെ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഒരു 1/2 kg കേക്കാണ് കേട്ടോ. ഞാൻ 5 ഇഞ്ചിലാണ് കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. താഴെ ഞാൻ മിൽക്ക് മെയ്ഡും രണ്ടാമത്തെ ലെയറിൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗണേഷാണ് കൊടുത്തിട്ടുള്ളത്. കാരണം മിൽക്ക് മെയ്ഡ് കഴിഞ്ഞതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് നല്ല തിക്കായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന് നമുക്കൊരു ഡിസൈനൊന്നും അവർ പറഞ്ഞിട്ടില്ല, നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു റെഡ് വെൽവെറ്റ് ആണല്ലോ, അപ്പോൾ ഒന്നുകൂടെ ഈസി ആയിട്ട് നമുക്ക് റെഡ് വെൽവെറ്റിന് ക്രംസ് ഇട്ട് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അതിൻ്റെ ക്രംസൊക്കെ ഞാൻ ചൂടാക്കി പൊടിക്കാനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി നോർമലി നമ്മൾ ക്രംസ് എപ്പോഴും ഇടുന്നതല്ലേ റെഡ് വെൽവെറ്റ്, അപ്പോൾ അവർ നല്ല ലുക്ക് ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇനി ക്രംസ് ഇടുമ്പോൾ അത് അവർക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അത് ചേഞ്ച് ചെയ്തു കേട്ടോ. ഇനി ഫ്ലവേഴ്സ് എന്തെങ്കിലും വെച്ചിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചെറിയ ഫ്ലവേഴ്സ്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് 1/2 kg ആണല്ലോ, അപ്പോൾ കേക്ക് നല്ല സൈസ് കുറവാണ്. ഇങ്ങനെ കാണുമ്പോൾ അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കേക്കിൽ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സും ഇനി ഞാനിവിടെ ഒരു ടോപ്പറും കൂടി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചാലും ആളുടെ വൈഫിന് സർപ്രൈസായിട്ട് കൊടുക്കണ കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആൾ അത്രയും സ്പെഷ്യൽ ആവണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഒരു ലവ് എന്നുള്ളൊരു അക്രിലിക്കിൻ്റെ ടോപ്പർ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് അത് കുറച്ച് കൂടുതലായിട്ട് ഇവിടെ ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് കഴിയുമ്പോൾ കുറച്ച് വരകളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും നമ്മളത് വെച്ചപ്പോൾ ആ ഒരു കേക്കിനൊരു പ്രത്യേക ഭംഗിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അത് ഒന്ന് ചെരിച്ച് വെച്ച് കൊടുക്കാമെന്ന് തോന്നി. അപ്പോഴാണ് ഒന്നും കൂടി ഭംഗിയും തോന്നിയതുകൊണ്ട് ഞാൻ ആ ഒരു ടോപ്പറിനെ ഒന്ന് ചെരിച്ച് വെച്ച് കൊടുക്കണ്ടേ. ഇതിപ്പോൾ നമ്മളടുത്ത് അവർ കറക്റ്റ് മോഡലൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്താൽ മതി എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക. അത് നിങ്ങൾക്ക് ഭംഗിയായിട്ട് തോന്നുന്ന മോഡൽ നിങ്ങൾ തന്നെ ചൂസ് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തും ചെയ്യാം കേട്ടോ. എന്തും ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മളെ ഇഷ്ടത്തിന് തന്നതാണല്ലോ, അപ്പോൾ അവർക്ക് കണ്ടീഷൻസ് ഒന്നുമില്ല. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കേക്ക്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഇനി ഫോട്ടോസൊക്കെ എടുത്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കേക്ക് നമ്മൾ ഒരു ഉച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ കൊണ്ടുപോയത് ഒരു വൈകിട്ടാണ് കേട്ടോ. എന്തായാലും ഞാൻ കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ ഇത് ബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുമ്പോൾ പെട്ടെന്ന് എടുത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.